CPM-ന്റെ 8 സഖ്യകക്ഷികൾ നിയമസഭയിൽ സംപൂജ്യർ. കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവായി മാറിയ തെരഞ്ഞെടുപ്പ് ഫലം UDF-ന് ചരിത്ര നേട്ടമാണ് സമ്മാനിച്ചത്. 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന UDF ഒരു ദശാബ്ദത്തിന് ശേഷം വീണ്ടും സംസ്ഥാന ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുകയാണ്. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികൾ മത്സരിച്ച ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഉണ്ടായത്. അതേസമയം ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഇത്തവണ നേരിടേണ്ടി വന്നത്. ആകെ 35 സീറ്റുകളിൽ ഒതുങ്ങിയ LDF-ൽ പ്രാതിനിധ്യം നേടാനായത് CPM, CPI, RJD എന്നീ 3 കക്ഷികൾക്ക് മാത്രമാണ്. CPM 26 സീറ്റുകളും CPI 8 സീറ്റുകളും നേടി. RJD ഒരു മണ്ഡലത്തിൽ വിജയം കണ്ടു. മുന്നണിയിലെ മറ്റ് 8 ഘടകകക്ഷികൾക്കും നിയമസഭയിലേക്ക് അംഗങ്ങളെ എത്തിക്കാനായില്ല. കേരള കോൺഗ്രസ് M, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, NCP, INL, കേരള കോൺഗ്രസ് B, കോൺഗ്രസ് S, ജനാധിപത്യ കേരള കോൺഗ്രസ്, RSP, ലെനിനിസ്റ്റ് എന്നിവർക്കാണ് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതായത്. കടുത്ത ഭരണവിരുദ്ധ വികാരത്തിൽ എല്ലാവരും പരാജയപ്പെടുകയായിരുന്നു. കേരള കോൺഗ്രസ് M മത്സരിച്ച 12 ഇടങ്ങളിലും NCP മത്സരിച്ച 3 ഇടങ്ങളിലും തോറ്റു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടങ്ങളിലും സാമൂഹ്യ ജനവിഭാഗങ്ങളിലും സ്വാധീനമുറപ്പിച്ച കാൽനൂറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കോൺഗ്രസും സഖ്യകക്ഷികളും കുതിച്ചപ്പോൾ 13 മന്ത്രിമാർ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ വമ്പന്മാരെല്ലാം മൂക്കും കുത്തിയാണ് വീണത്. മലബാറെന്നോ മധ്യ കേരളമെന്നോ തിരുവിതാംകൂറെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും UDF വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. വടക്കേ മലബാറിലെ പാർട്ടി കോട്ടകളിൽ ഇടതുമുന്നണിക്കുണ്ടായത് അമ്പരപ്പിക്കുന്ന പരാജയമാണ്. ഒരിക്കലും ഇളകാത്ത പയ്യന്നൂരും തളിപ്പറമ്പും പാർട്ടി വിമതർ കീഴടക്കിയത് LDF-നെ ഞെട്ടിച്ചു. തൃക്കരിപ്പൂരും ഉദുമയും കോൺഗ്രസ് മുന്നേറ്റത്തിൽ കടപുഴകി. മലപ്പുറത്തും എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും വയനാട്ടിലും ഇടത് പ്രാതിനിധ്യമില്ല. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിലും പത്തനംതിട്ട കോന്നിയിലും മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അമ്പലപ്പുഴ അടക്കം ആലപ്പുഴയിലെ ഇടത് കോട്ടകളും ത്രിവർണ്ണ പതാക പുതച്ചു. കൊല്ലത്തും തലസ്ഥാനമായ തിരുവനന്തപുരത്തും UDF ജൈത്രയാത്ര തുടരുന്നു. തൃശൂരും പാലക്കാടും മാത്രമാണ് UDF മുന്നേറ്റത്തിന് ചെറിയ കടിഞ്ഞാണ് വീണത്. അങ്ങനെ 100 സീറ്റുകളുമായി അധികാരത്തിലെത്തുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി.